നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു മന്ത്രത്തെ പറ്റിയിട്ടാണ്, ഒരു വശീകരണ മന്ത്രത്തെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വശീകരണ മന്ത്രങ്ങൾ തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളുകളുടെയൊക്കെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കതൊക്കെ വളരെയധികം ആവശ്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നീടും വശീകരണ മന്ത്രങ്ങൾ ഇടുന്നത്. അപ്പോൾ ഏത് മന്ത്രമാണ് ആർക്കാണ് യോജിച്ചതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ജാതകം വിശകലനം ചെയ്താലൊക്കെയാണ് നമുക്കത് കൂടുതലായിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തരുടെ സാഹചര്യം, ചില ആളുകൾക്ക് ദീപം കത്തിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രത്തിൻ്റെ നിഷ്ഠകൾ പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ട് ആ പറയുന്ന നിഷ്ഠകൾ പാലിച്ച് ചെയ്യാൻ സാധിക്കുന്ന മന്ത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മറ്റൊരു വശീകരണ മന്ത്രം ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണോ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മന്ത്രത്തെ നിങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ രീതിയിൽപ്പെട്ട മന്ത്രങ്ങളും നമ്മുടെ ചാനലിൽ തുടർന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നിടുന്ന ഒരു ചതുരക്ഷരി മന്ത്രമാണ്. 108 തവണയാണ് ആ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ മന്ത്രം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓം ഹൂം ഓം ഹൂം ഹ്രീം. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ആ വ്യക്തി നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ കാമുകിയോ അല്ലെങ്കിൽ കാമുകനോ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം. അല്ലാണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ളൊരു മന്ത്രമല്ല ഇത്. നമ്മളുമായിട്ട് ബന്ധം നിലവിലുള്ള ആളുകളെ പിണങ്ങിയിരിക്കുക, അതുപോലെ തന്നെ ബന്ധം വേർപിരിയുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകളുണ്ടാവാം, ബ്രേക്കപ്പായി പോയ ആളുകളുണ്ടാവാം, പിണങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഈ ഒരു മന്ത്രം ഉപയോഗപ്പെടുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് നൽകണം. നമ്മുടെ വീഡിയോ എല്ലാവരിലേക്ക് എത്താൻ ഈ ലൈക്ക് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളിലൂടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. വളരെയധികം ശക്തിവിശേഷമുള്ള മന്ത്രമാണ്. അപ്പോൾ നല്ല ഫലമുള്ള മന്ത്രമാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന മന്ത്രം ജപിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് 108 രൂപയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. 15 ദിവസം മുടക്കം വരാതെ തുടർച്ചയായിട്ട് ജപിക്കേണ്ട മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രത്തിന് വ്രതം നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമാണ് ജപിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് തീർച്ചയായിട്ടും വ്രതം എടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വ്രതം 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ജപം ചെയ്യേണ്ടത് രാവിലെയാണ്. രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായ ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം 108 തവണ ജപിക്കാവുന്നതാണ്. ആരെയാണോ നമ്മളിലേക്ക് അടുപ്പിക്കേണ്ടത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് അവരുടെ പേര് നമ്മൾ കുറച്ച് തവണ പറഞ്ഞ ശേഷം അവർ നമ്മുടെ അരികിലേക്ക്, അവരുടെ മനസ്സിൻ്റെ കാഠിന്യം ഉപേക്ഷിച്ച് അവർ നമ്മുടെ അരികിലേക്ക് വളരെ വേഗത്തിലെത്തുന്നതായിട്ട് സങ്കല്പിച്ച ശേഷം അവരെ നന്നായി മനസ്സിൽ കൊണ്ടുവന്ന ശേഷമാണ് ഈ ഒരു മന്ത്രം 108 മുടക്കം വരാതെ 15 ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അശുദ്ധി കാര്യങ്ങളൊക്കെ പറയുമ്പം അതിനുള്ള ഒരു ടൈം അവർ കാണണം. ആ 15 ദിവസം അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ജപം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമുക്കിത് 1 മുതൽ നമുക്ക് തുടങ്ങേണ്ടി വരും, ഇടയ്ക്ക് മുടക്കം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഈ നിഷ്ഠകളൊക്കെ പാലിക്കാൻ സാധിക്കുന്ന ആളുകൾ മാത്രം ഈ ഒരു മന്ത്രം ഉപയോഗിക്കുക. അപ്പോൾ ഏവർക്കും ഇന്നത്തെ ഈ മന്ത്രത്തെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. അപ്പോൾ അത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കുക. പല ആളുകളും കൂടുതലായിട്ട് നമ്മുടെ ചാനൽ സ്ത്രീകൾ അഭിപ്രായം പറയലുണ്ട്, അവരുടെ ഭർത്താവ് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ.
അപ്പോൾ രണ്ട് സംസ്കാരത്തിൽ നിന്ന് വന്ന് ജീവിക്കുന്ന, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളും ചില സംസാരങ്ങളും അങ്ങനെയുള്ള ഒരു ചേർച്ചക്കുറവൊക്കെ മൂലം അത് പിന്നീട് ബന്ധുക്കളും അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഇടപെട്ട് അവിടെ വലിയൊരു വിഷയത്തിലേക്ക് കടക്കുന്നു. പിന്നെ ഇവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പം വേറൊരു വെറുപ്പ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ രണ്ടുപേരും അകന്നു പോകുന്നൊരു സാഹചര്യം എല്ലാവരുടെ ഇടയിലും ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം എന്ത് ചെയ്യുക, നമുക്ക് ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ പ്രയോഗിച്ച്, അതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്ത ആളുകളാണ് കൂടുതലുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുകൊണ്ടായിരിക്കും. വിവാഹം എന്നത് അങ്ങനെയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ ചിലപ്പോൾ അവരാരും അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മറ്റുള്ളവർ ക്ഷമിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരിക. പക്ഷേ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവാം വീണ്ടും ഒരുമിക്കണമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ള ആളുകളൊക്കെ ഈ മന്ത്രം തെറ്റുകൂടാതെ ജപിക്കുന്ന ആളുകൾക്കും ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇനിയും തുടർച്ചയായിട്ട് ഞാൻ വശീകരണ മന്ത്രങ്ങൾ ഇടുന്നതാണ്. കാമുകി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക്, അല്ലെങ്കിൽ അതുമല്ല നമുക്കൊരു പ്രണയബന്ധം ലഭിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രത്തെ, എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ ഏകദേശം ഒന്ന് വിശകലനം ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആയാൽ മതിയായിരിക്കും.